എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ മസൂറിയിലെ മാൾ റോഡാണ്. ഇവിടെ ഒരു 3 കിലോമീറ്റർ നീളമുണ്ട് ഈ മാൾ റോഡിന്. അപ്പോൾ ബാറ്ററി വണ്ടിയെല്ലാം അവൈലബിളാണ്. നടന്നങ്ങനെ പോകേണ്ട ആവശ്യമില്ല. രാവിലെ ഇങ്ങനെ ഒരു ചെയർ കിട്ടിയപ്പോൾ വെയിൽ കായാൻ വേണ്ടി ഇരുന്നതാണ്. നല്ല സൂപ്പർ തണുപ്പാണ്. പനങ്ങാടിയേക്കാളും കൂടുതൽ തണുപ്പ് മസൂറിയിലാണ്. ഇന്നലെ ഈവനിങ് നല്ല മഴ പെയ്തായിരുന്നു. അവൻ്റെ കസ്റ്റമറിനെ കിട്ടി അവൻ അതുമായിട്ട് പോവുക. പിന്നെ ഇത് ഞങ്ങളിങ്ങനെ ഇവിടെ വെയിൽ കായാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നതാണ്. ഇവിടെ ഈ മാൾ റോഡിനകത്ത് പ്രൈവറ്റ് വണ്ടികൾക്കൊക്കെ കയറാം. ഇപ്പോൾ ഇത് മൊത്തം ആക്സസ്സാണ്. ഇവിടെ ഫുൾ ആക്സസ്സാണ് സ്കൂട്ടർ. അപ്പോൾ പ്രൈവറ്റ് വണ്ടികൾക്ക് കയറാം. പക്ഷേ ഞങ്ങൾ ഇന്നലെ എടുത്തത് ടാക്സിയാണ്, ആക്സസ് ടാക്സി. അപ്പോൾ ആ ടാക്സി വണ്ടി അവിടെ കയറ്റത്തില്ല. മാൾ റോഡിൽ അലോഡല്ല. ചെറിയ വീതിയേ ഉള്ളൂ, സ്പേസ് കുറച്ചേ ഉള്ളൂ. ഓരോ ഹോട്ടൽ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഹോട്ടൽ റൂമുമായിട്ട് കണക്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്നത് പഞ്ചാബ്, ഡൽഹി, ഹരിയാന, അവിടെയൊക്കെ നല്ലപോലെ ആളുകൾ കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതാണ് സംഭവം. മസൂറിയിൽ നിന്നും യാത്ര വീണ്ടും തിരിച്ച് ഞങ്ങൾ ഡെറാഡൂണിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ ട്രെയിൻ രാത്രി 11:30 ആ 11:30 ട്രെയിനിൽ കയറിയിട്ട് വേണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ നൈനിറ്റാളിലെത്താൻ. നൈനിറ്റാളിന് ഒരു 40 കിലോമീറ്റർ മുമ്പാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എൻഡാണ് ഇത്. ഇവിടം കൊണ്ട്, അതായത് ഇത് കണ്ടോ, ആ ഒരു എൻഡ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ തീരുകയാണ്. അവിടെ കൊണ്ട് തീരുന്നു. ലാസ്റ്റ് പോയിൻ്റാണ് ഡെറാഡൂൺ. അതിനുശേഷം ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രെയിൻ പോവില്ല. ഇതാണ് ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ. വളരെ വർഷങ്ങൾ പഴക്കമുള്ള 1800 സംതിങ് എന്ന് പറഞ്ഞാണ്, 1899 അങ്ങനെ മറ്റോ ഇയർ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മിതിയെല്ലാം അത്രയും പഴക്കം ചെന്നതാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രീമിയം വെയിറ്റിംഗ് ലോഞ്ച് ഇവിടെ ഉണ്ട്. 30 രൂപയാണ് 1 മണിക്കൂറിനുള്ള റേറ്റ് നോർമലി. പിന്നെ ക്ലീനിങ്ങിനൊക്കെ ഇവിടെ നമ്മുടെ കൂടിയ മിഷനറീസ് എല്ലാം ഇരിപ്പുണ്ട്. നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എല്ലാം ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. 1899 നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്ഥാപിതമായത്. ഇതാണ് അതിൻ്റെ കവാടം. ആ കാണുന്ന ബിൽഡിങ്ങിൽ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്ത ശേഷം ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്ന് വേണം എന്ത് ചെയ്യാൻ, ട്രെയിൻ കയറാൻ. ഇതാണ് ഇതിൻ്റെ പ്രവേശനം. പക്ഷേ ആ പ്രവേശനത്തിൽ അവിടെ ടിക്കറ്റില്ല. ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മളൊരു 100 മീറ്റർ നടന്ന് ഇവിടെ എത്തണം. ഓക്കെ, ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിന്നപ്പോൾ ഉള്ള കാഴ്ചകളാണ്. കുറേ അധികം ആളുകൾ ഇറങ്ങിപ്പോയി. അതിലോട്ട് ഇനിയിപ്പോൾ കയറാനുള്ള ധൃതിയിലാണ് എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ. വളരെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ വളരെ സാധാരണപ്പെട്ട ആളുകളാണ് ഡെറാഡൂണിൽ താമസിക്കുന്നത്. നമ്മൾ ഡെറാഡൂൺ എന്നൊക്കെ വിചാരിക്കുമ്പോൾ നല്ല ഹിൽ സ്റ്റേഷൻ എന്ന് വിചാരിക്കും. അല്ല, ഡെറാഡൂൺ ഹിൽ സ്റ്റേഷൻ അല്ല, മസൂറിയാണ് ഹിൽ സ്റ്റേഷൻ. ഡെറാഡൂൺ നിരപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ്സൊക്കെ എപ്പോഴും ഇവിടെ ഫില്ലായിരിക്കും നോർത്തിലോട്ട്. അപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ ഉണ്ട്. ഹൗറ ഡെറാഡൂൺ ട്രെയിനാണ്. ഓക്കെ, ഞാനൊരു സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഇവിടുത്തെ നോർമൽ ഒരു സിറ്റുവേഷൻ കാണിച്ചതാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട് ട്രെയിനിൽ. ഇത് സെക്കൻഡ് ക്ലാസ്സാണ്. നല്ല തിരക്കുണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രെയിന് എൻജിൻ വേർതിരിക്കാൻ പോവാം. ഇതാണ് എൻഡ്. ഇനി അവിടുന്ന് അവൻ തിരിച്ചുകൊണ്ട് പോയി അപ്പുറം പോയി കണക്ട് ചെയ്യുമായിരിക്കും. ഇത് പതുക്കെ റിമൂവ് ചെയ്യാം. ഹൗറ ഡെറാഡൂൺ. ആ എൻജിൻ്റെ പാർട്ടിപ്പോൾ കറക്റ്റായിട്ട്
കുറച്ച് നേരത്തെ ശ്രമകരം കൊണ്ടത് മാറി. ഇനി ഇത് അതിലെ ഓടിച്ചെന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ ഏതോ അങ്ങ് അവിടെ കൊണ്ട് കണക്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. അവിടെ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ തീരുക. അതിൻ്റെ ബാക്ക് സൈഡിൽ ഈ തടിയുടെ പരിപാടികളാണ് മൊത്തം നടക്കുന്നത്. അങ്ങനെ ഡെറാഡൂണിൽ നിന്നും നമ്മൾ ട്രെയിനിൽ കയറി കത്ഗോണം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഷെയർ ടാക്സിയിൽ ഞങ്ങൾ നൈനിറ്റാൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നൈനിറ്റാളിലെ ഒരു ജംഗ്ഷൻ, മാൾ റോഡ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് നൈനിറ്റാളിലെ മാൾ റോഡ് ജംഗ്ഷൻ. ഇവിടെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈക്കും ലേക്കിൽ കൂടിയുള്ള സവാരിയുമാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കാശ്മീരിലെ ദാൽ ലേക്കിലെ പോലെ ഇവിടെ അവിടെ ഷിക്കാരയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു ബോട്ടാണുള്ളത്. ബോട്ടാന്ന് വെച്ചാൽ തുഴയുന്ന ബോട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കുണ്ട്, ജിം കോർബ നാഷണൽ പാർക്കും ഉണ്ട്. ഇപ്പോൾ രാവിലെ സമയം 8 മണി ആയതേ ഉള്ളൂ. ഞങ്ങൾ പതുക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് വിശേഷങ്ങൾ നോക്കാം. അങ്ങനെ നൈനിറ്റാളിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഒരു ഇച്ചിരി മധുരം കഴിക്കണം. കുറച്ച് ദിവസം മധുരം കഴിച്ചിട്ടെന്ന് വിചാരിച്ചൊരു ബേക്കറിയിൽ കയറിയതാണ്. ഇത് ലഡു എന്ന് പറഞ്ഞാണ് ഞങ്ങൾ മേടിച്ചത്. ലഡു അല്ല, ഇത് തരി പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ കാണാത്ത കുറേയധികം സ്വീറ്റ്സ് ഉണ്ട് ഇതിനകത്ത്. ഇങ്ങനെ ഇത് ലഡുവാ നമ്മൾ മേടിച്ചതെന്താ സംഭവം? ബോംബെ വാല ഫന്നം വലി. ആ കൊള്ളാം. ഇവിടെ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടും 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവനാണ് ആള്, നമ്മുടെ കൂടെയുള്ള പാർട്ടി. ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഒരു ഗൈഡാ, അയ്യോ പാവം പിടിച്ചവനാ. ഇവൻ നമുക്ക് റൂം എടുത്ത് തന്നു. അപ്പം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവൻ്റെ ഒരു പാഴ്സൽ മേടിച്ചു കൊടുത്തു. ഇതുവരെ പാവം കഴിച്ചിട്ടില്ല. അപ്പം ബൈജു എല്ലാം ചോദിച്ചറിയാം അവൻ്റെ കാര്യങ്ങളെല്ലാം. നല്ല മീഡിയം ടൈപ്പ് ആളുകളാണ്, വലിയ പൈസക്കാരൊന്നും ഇല്ല. എല്ലാവരും ഡെയിലി ജോലി എടുക്കുക, ജീവിക്കുക, ഒരു രീതിക്ക് പോകുന്നവരാ. ഇന്നിവിടെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കണമെന്നാണ് പറയുന്നത്. ഇഷ്ടംപോലെ ടൂർ ഗൈഡ് ഉണ്ട്. നല്ല ടാക്സി റെൻറ്റും അവർ മേടിക്കും. ഇത് കറക്റ്റ് ഇതിൻ്റെ ഒരു മെയിൻ ടൗൺ ജംഗ്ഷനാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയെല്ലാം ഇങ്ങനെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഫേമസ് ആയ നൈനിറ്റാളിലെ ലൈക്കാണ്. നമ്മുടെ ചില മലയാള സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ന്യൂഡൽഹിയിലൊക്കെ കാണിക്കുന്നുണ്ട്, ന്യൂഡൽഹി മൂവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ടൗൺ ഏരിയ. സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു മഴ കഴിഞ്ഞു. പക്ഷേ മഴ ഇവിടെ പെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു ചെറിയ ഇങ്ങനെ തോണി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഭാഷയിൽ. ഇതിൽ കയറിയാൽ ഇങ്ങനെ ഈ ലേക്ക് മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാം. ഇവിടെ കുറേ പേര് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. മഴയാണെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. മേളിൽ മലയുടെ മേളിൽ ഇങ്ങനെ മഞ്ഞെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് മതി വലിയ വളച്ചിലില്ല. ഈ ടൂർ ഗൈഡ്സ് ജസ്റ്റ് വന്ന് പമ്മി ചോദിച്ചിട്ട് പോകും. നമ്മളെ ശല്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പോലീസ് അതിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സംഭവം. നല്ല മഴയാണ്. അത് വീഡിയോയിൽ കൂടെ എത്രമാത്രം കാണാൻ പറ്റുന്നറിയില്ല. ഞാൻ മഴ പെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു എനിക്ക് നിൽക്കാൻ ഒരു സ്പേസ് കിട്ടി. അവിടെ നിന്നൊരു ചെറിയൊരു കോഫി മേടിച്ച് കുടിച്ച് അങ്ങനെ ഇതിൻ്റെ മഴ മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേപോലെ ഈ ലേക്കിന് സൈഡിൽ ഇതേപോലെ ഇഷ്ടംപോലെ ഇരിപ്പിടങ്ങളും ഗാർഡൻസും എല്ലാം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ആൾ വന്നാലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം നല്ല വൃക്ഷങ്ങൾ വെച്ച് തണൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മഴ പെയ്തപ്പോൾ ഒരു ഫാമിലി മരത്തിനടി ഞാൻ കയറുന്ന പോലെ കയറി നിന്നതാണ്. ഓക്കെ.